വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇതൊരു ട്രാവലോഗാണ്. നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് ബസ് കയറി പോകണം. ഞാൻ നേരത്തെ ഇതിനൊരു ഇൻട്രോ എടുത്തായിരുന്നു, പക്ഷെ ഇന്ന് റെക്കോർഡായില്ല. അപ്പം ഞാൻ ഇവിടുത്തെ ബസ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബസ് വരുമ്പം കാണിക്കാം. അപ്പം നമ്മൾ ബസ്സിൻ്റെ നമ്പർ നോക്കിയിട്ട് ഇവിടെ ഉണ്ടോ, അത് അവിടെ ബസ് നിർത്തും. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഉണ്ട്, അവിടെയും ബസ് നിർത്തും. അപ്പം നമ്മൾ ബസ് നോക്കി നിൽക്കുവാണ്. എന്തോ അത് കണ്ടോ, അതൊരു ബസ് സ്റ്റോപ്പാണ്. പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ നിൽക്കണതിൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പുണ്ട്. അപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി നമ്മൾ ബസ് കയറിയിട്ട് ഇവിടെ നിന്ന് ഇനി ബസ് സ്റ്റോപ്പിൽ പോകണം, ലൈക്ക് ബസ് സ്റ്റേഷനിൽ പോകണം. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. ഈ ഒരു 2 days ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ട്രൈ. അപ്പോൾ ലോങ് ഇൻട്രോ, ബട്ട് ബസ് കയറണം, ബസ് സ്റ്റേഷനിൽ പോകണം, അവിടെ നിന്ന് ബസ് കയറണം. 2 hour ട്രാവൽ ഡയറക്റ്റ് ദുബായ്. അപ്പോൾ ബൈ. ഗൈസ്, നമ്മളങ്ങനെ ബസ് കയറി ഇവിടെ ദുബായ് എത്തി. എന്നിട്ട് നമ്മൾ ഒരു ബസ് മാറി കയറി ഗൈസ്. അത് ഓപ്പോസിറ്റ് സൈഡിൽ. അതെന്താ വെച്ചാൽ നമ്മൾ നാട്ടിലെ പോലെ റൈറ്റ് സൈഡ് അല്ല, ഇവിടെ ലെഫ്റ്റ് സൈഡാണ് പോകുന്നത്. അപ്പം നമുക്കിവിടെ ഏത് ഡയറക്ഷൻ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ബസ് നമ്പർ വന്നപ്പോൾ ആ ബസ്സിലങ്ങ് ആദ്യം കയറി, പക്ഷെ അത് റോങ് ആയിരുന്നു. ബസ്സിനകത്ത് കയറിയപ്പോഴാണ് ഈ പോകുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ ഇതിലതില്ല. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു 2 kilometer വന്ന് കാണും അടുത്ത സ്റ്റോപ്പിൽ. എന്നിട്ട് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ അടുത്ത ബസ് കറക്റ്റ് സ്ഥലത്ത് നോക്കിയിട്ട് നിൽക്കുക. ഇവിടെ ഇങ്ങനെ നമ്മൾ നിൽക്കുവാണ്. നമ്മളത് X13 വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതാണ് നമ്മൾ വന്ന ബസ്. നമ്മളത് ബസ് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ കൂട്ടുകാരെ എടുത്തോട്ട് റൂമിലോട്ട് പോവാണ്. നമുക്ക് അൽമദീനയിൽ കയറണം. നമുക്കെന്തെങ്കിലും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എന്നിട്ട് അവരുടെ റൂമിൽ പോവാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഇത് കുറച്ച് ഔട്ടറാണെന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്ക് ഇത്രയും നേരം വീഡിയോ എടുക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇനി നമുക്ക് അവരുടെ റൂമിൽ പോയിട്ട് കാണാം. റൂമിൽ പോയിട്ട് നോക്കട്ടെ, മറ്റേയും കാണാം. അല്ലെങ്കിൽ നിങ്ങളിനി കാണാൻ പോകുന്നത് നാളെ ആയിരിക്കും. നാളെ മോർണിംഗ് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും നിങ്ങൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ബൈ ബൈ. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെയൊക്കെ എണീറ്റ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞോളാം, നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നിട്ട് രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മളിവിടെ അടുത്തുള്ള നെസ്റ്റോയിൽ പോവാണ്. അപ്പോൾ നമുക്ക് നെസ്റ്റോയിൽ പോവാം. പോയിട്ട് പോണ വഴിയിൽ കുറച്ച് കാണിച്ചു തരാം. എന്നിട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും ചുമ്മാ റാൻഡം ഷോപ്പിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യണം. കയ്യിൽ ഹായ് പറ. ഇതൊക്കെ ഇതുപോലെ ഇടും, തന്നെ അറിയാലോ. ഇതൊക്കെ ഇതുപോലെ തന്നെ ഇടും. ശ്രുതി ചേച്ചി എവിടെ? ശ്രുതി ചേച്ചി, ദിസ് ഈസ് ശ്രുതി ചേച്ചി. എൻ്റെ വേറെ വീഡിയോസ് കണ്ടവർക്കറിയാം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ UAE വന്ന് കുടുംബത്തോടെ എല്ലാവരും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിട്ട് കാണാം. ബൈ ബൈ. നല്ല വെയിലൂടെ, തൊപ്പിയും ഇല്ല, കുടയും ഇല്ല, തൊപ്പിയും ഇല്ല. ടൂ മച്ച് ഓഫ് വെയിൽ. അവിടെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. ബൈ ബൈ. നമ്മളങ്ങനെ നടന്ന് നെസ്റ്റോ എത്തിയത്. നെസ്റ്റോൻ്റെ ബാക്ക് സൈഡാട്ടോ. ഉച്ചയിലേക്ക് ഡെസേർട്ട്. നമ്മളിതെല്ലാം നടന്നാണ് വന്നത്. നമ്മൾക്കിനി നടന്ന് ഫ്രണ്ടിൽ പോകണം. ഫ്രണ്ടിൽ പോയിട്ട് കയറണം. നമ്മളങ്ങനെ നെസ്റ്റോയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്
ഇറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ദുബായിൽ പോകണം. നല്ല വെയിലാണ് ഇവിടെ. എന്താ ഞാൻ എൻ്റെ ഒരു ഉടുപ്പും കൂടിയിട്ടാണ് നടക്കണേ, കാരണം അത്ര വെയിലാണ് ഇവിടെ. പക്ഷേ നാട്ടിൽ കമ്പയർ ചെയ്യുന്നത് ഇവിടെ കുറവാട്ടാ. നാട്ടിൽ ഭയങ്കര ആവിയല്ലേ. ഇവിടെ തുടങ്ങിയില്ല, പക്ഷെ തുടങ്ങും. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വെയിൽ മാത്രം. ഇപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാണ്. ഇനി അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം. പിന്നെ ഇറങ്ങിയിട്ട് ഉള്ള കാണാം. ബൈ ബൈ. നോക്കെല്ലാവരും എങ്ങനത്തെ ഇടല്ലെന്ന് ഇതുപോലെ ഇതുപോലെ ഇടും. നമ്മളെല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കണേ. വണ്ടി എത്തിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പോകുന്നത്. വി ആർ വെയിറ്റിംഗ്. ഓ അങ്ങനെ തിങ്കളാഴ്ച മുതൽ കണ്ടു. നമ്മളങ്ങനെ ദുബായ് മോൾ എത്തി. ഇവിടെ ഇപ്പോൾ കുറച്ച് പീസായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. ഗൈസ് നമ്മളങ്ങനെ ദുബായ് മോളൊക്കെ കറങ്ങി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നമ്മളെ ക്യാബിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഗൈസ് അങ്ങനെ ദുബായ് മോൾ ഫുള്ള് കറങ്ങിയില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. അതായത് നമുക്ക് കൺഫ്യൂസ് ആവും. നമ്മൾ വന്ന വഴി ഇത് പോയ വഴി ചെയ്തത്. നമ്മൾ പിന്നെ പോണ വഴിക്ക് എൻട്രൻസിൻ്റെ അവിടെ ഒരു ഗുച്ചിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് ഇവിടം വരെ എത്തിയത്. നമ്മൾ ക്യാബിനെ വെയിറ്റ് ചെയ്യുക ഇവിടെ. ഇനി ക്യാബ് വന്നിട്ട് നേരെ ഡേറ പോകണം. അവിടെ ബോട്ടിംഗ് ഉണ്ട്. എന്നിട്ട് രാത്രി തിരിച്ചിവിടെ വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബുർജ് ഖലീഫയുടെ ലൈറ്റൊക്കെ കേൾക്കാം, കാണാം. അങ്ങനെ നമ്മളെ വണ്ടി അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിനി പോവാം. ഗൈസ് നമ്മളങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അബ്ര. നമ്മളങ്ങനെ അബ്ര എത്തി. ഇനി നമുക്ക് അബ്രയിൽ നിന്ന് അൽസൈഫിൽ പോകണം. ദിസ് ഈസ് അബ്ര. ഇനി നമുക്ക് അബ്രയിൽ നിന്ന് അൽസൈഫ് പോകണം. അൽസൈഫ് ഇതിൻ്റെ അപ്പുറം കേട്ടോ. ഇവിടെ നിന്ന് ഒരു ദിർഹമൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് പോകാം. ഭയങ്കര വീട്, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ അപ്പുറത്ത് അൽസൈഫിൽ പോയിട്ട് കാണാം. പത്ത് തരമായി വീശും. സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ സൈഡുണ്ട്, നമുക്ക് ആ സൈഡിലാണ് പോകേണ്ടത്. സോ ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് ആക്ച്വലി. അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല രസമുണ്ട്. നേരത്തെ പറഞ്ഞ സ്ഥലം അബ്രയിൽ നമ്മൾ അൽസൈഫിൽ പോവാണ്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം.
ഇതാണ് ദുബായിൻ്റെ ഓൾഡ് ദുബായ്. ഇതിനകത്ത് ആ ഒരു പഴയ ദുബായിൻ്റെ ഒരു ആർക്കിടെക്ചർ വെച്ചിട്ടുള്ളൊരു കുറച്ച് ബിൽഡിങ്സാണ്. ഇവിടെ ഇപ്പം കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഹെറിറ്റേജ് മേ ബി യു ക്യാൻ സേ ദാറ്റ്. നമ്മളിപ്പം കയറുന്നത് ഒരു വാഷ്റൂമിനകത്തേക്കാണ്. തുറന്നു ഇതുണ്ടോ ആ പഴയ മോഡലുള്ള വാതിൽ. ഇതുണ്ടോ നമുക്ക് ഇപ്പോൾ പണ്ട് കോളിംഗ് ബെല്ലിനകരം യൂസ് ചെയ്തുകൊണ്ടിരുന്നതായത്. ഇതൊക്കെ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഡോറ്. ഇതെല്ലാം പഴയ രീതിയിലാട്ടോ ചെയ്തേക്കണേ. ഇത് ഓൾഡ് ദുബായിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ ഒരു ബോട്ടിങ് കഴിഞ്ഞ് എത്തുന്ന ഈ ഓൾഡ് ദുബായിൻ്റെ സ്പേസിലാണ്. ഇല്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു, ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്ലേസ് ഇതാണ് പഴയ വീടുകളൊക്കെ. അത് സ്റ്റെയർ. ഇപ്പം ഇവിടെ ഒരു ഹെറിറ്റേജ് പോലെ അവർ കീപ്പ് ചെയ്തിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ പരിപാടി. ഇതൊക്കെ എന്താണെന്ന് കൂടി എനിക്കറിയില്ല, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇതൊക്കെ ഗ്ലോവൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയില്ല. ഇതൊക്കെ ഇത് സ്പൈസസിൻ്റെ ഷോപ്പ്, കുറേ ക്ലോത്തിൻ്റെ ഷോപ്സ്. ടു മച്ച് അങ്ങനത്തെ ഒരു പ്ലേസാണ് ഇവിടെ. ഓൾഡ് വീട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ബുർജെത്തി. ബുർജിനകത്ത് വല്ല മോളിനകത്താണ് കയറിയേക്കണേ. നല്ല ദാഹം. അപ്പോൾ നമ്മൾ വെള്ളം വല്ലതും വാങ്ങാമെന്ന് വിചാരിച്ചതിനകത്ത് കയറിയതാണ്. കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നത്. അതായത് ഇതിന് ബുർജിനകത്തായതുകൊണ്ട് ഇവിടെ അത്ര തിരക്കില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. വീഡിയോ Guys, finally we reached Burj Khalifa. Okay. എടുക്കുന്നതിൻ്റെ അത്ര ഞാൻ നേരിട്ട് കാണുന്നതിൻ്റെ ഒന്നും ഈ വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ലേസർ ഷോ അടിപൊളിയായിട്ട് പോയിട്ട് അവിടെ നിന്ന് വെറുതെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അടിപൊളിയായിട്ട് എടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നേ. ഗൈസ്, നമ്മളങ്ങനെ ഇന്നത്തെ ഡേ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. ഇത് നമ്മൾ നാളെ തിരിച്ചു പോകും. So it was a good day. It was a very memorable day for us. And
been able to see this thing. This was my dream actually, to come in here and witnessing all this drone show, water show, like water show അല്ല എന്ത് പറയുമല്ലോ, അതൊക്കെ കണ്ടു. ബുർജ് ഖലീഫ കണ്ടു. ഐ എം സോ ഹാപ്പി ടുഡേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. See you on another video. Bye bye.